എൻ്റെ പൊന്നളിയ ഇത് പൊളി സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. റിവറിൻ്റെ വാട്ടറിൻ്റെ കളർ കണ്ടോ. ഇവിടെ വരാനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടെ. ഹലോ യൂട്യൂബ് ഫ്രീക്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഫോങ്നയിലാണുള്ളത്, വിയറ്റ്നാമിൽ. ഇത് ഹുയേന്ന് കുറച്ചുള്ളൂ കേട്ടോ, ഒരു 4 hours ബസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ എത്താവുന്ന ദൂരമുള്ളൂ. ഫോങ്നയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോങ്ന ലോകത്തിലെ ലാർജസ്റ്റ് കേവ്, സോങ് ഡോങ് കേവ് എന്ന് പറഞ്ഞ കേവ് ഉള്ള സ്ഥലമാണ്. കേവ്സ് എന്ന് പറഞ്ഞാൽ ഈ മലയുടെയൊക്കെ അടികൂടെ വെള്ളമൊക്കെ ഉള്ളൊരു സെറ്റപ്പ്. അങ്ങനത്തെ ലാർജസ്റ്റ് കേവ് ഉള്ള സ്ഥലമാണ് ഫോങ്ന. സോങ് ഡോങ് കേവിൽ ഏകദേശം 68 എയറോപ്ലെയിൻ, ബോയിങ് 777 എയറോപ്ലെയിൻ പാർക്ക് ചെയ്യാൻ അത്ര സ്ഥലവും അതിൻ്റേതായ ഒരു എക്കോസിസ്റ്റം ഉണ്ടെന്ന് പറയണേ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു റെയിൻ ഫോറസ്റ്റ് ഇറ്റ്സെൽഫ് ഉണ്ടെന്ന്. അത്രയ്ക്കും ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ്. ഇതൊന്നും ഞാൻ കണ്ടതല്ല, ഇത് കണ്ട ആൾക്കാർ ഗൂഗിളിൽ എത്തിയിട്ടതാണ്. അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം പെർ ഇയർ 1000 വിസിറ്റേഴ്സിനെ കൊണ്ട് അലോ ചെയ്യുള്ളൂ. അതിന് ഓൾമോസ്റ്റ് ഒരു പെർ ഹെഡ് $3000 കോസ്റ്റാണ്. പിന്നെ ഒരു 3-4 ഇയർ ഓൾറെഡി ബുക്ക്ഡ് ആണ് സ്ഥലം. അപ്പോൾ നമ്മളിതാ ഇവിടെ വേറെ കുറേ കേവ്സ് ഉണ്ട്. പാരഡൈസ് കേവ് ലോകത്തിലെ ലാർജസ്റ്റ് ഡ്രൈ കേവ് ആണ്. അത് 2018 മുതൽ വിസിറ്റേഴ്സിന് ഓപ്പൺ ആണ്. നമ്മൾ അവിടെ പോകും. ഇന്ന് അവിടെ ഒരു ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാക്കി കുറേ കേവ്സ് ആണ് മെയിനായിട്ട് ഫോങ്നയിലുള്ള. കുറേ കേവ്സ് ഒക്കെ ഉണ്ട്. ബാക്കിയുള്ള ഞാനിവിടെ 3 ദിവസം ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള കേവ്സ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് മാക്സിമം. ഇവിടെയാണ് സ്റ്റേ ചെയ്യണേ, ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റൽ. അടിപൊളി ഹോസ്റ്റലാട്ടോ. അത്യാവശ്യം കുറേ ആൾക്കാരൊക്കെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ബാക്ക് പാക്കേഴ്സ് ഫുള്ളും അക്കോമഡേറ്റ് ചെയ്യാൻ തോന്നുന്നു അവിടെ. നല്ല ഹോസ്റ്റലാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കാണുന്ന മലനിരകളൊക്കെ ഉണ്ടോ, ഇതാണ് നമുക്ക് ഹോസ്റ്റലിൻ്റെ ബാക്കിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ. ഇത് അത്യാവശ്യം വലിയ ഫുള്ള് മലയാണ് സംഭവം കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി ടൂർ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ചെറിയ മഴയുണ്ട്, നൂലുപായ് മഴ. എങ്ങനെയാവുമെന്ന് അറിയില്ല. എന്തായാലും മഴ പെയ്താലും ടൂർ നടത്തിയിരിക്കും. കാരണം വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും സംഭവം നടക്കായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ, കാഴ്ചകളൊക്കെ കാണാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ട് നോക്കാം. അത്യാവശ്യം ഒരു 3 kilometer ട്രാവൽ ചെയ്ത് കാണേണ്ട ഒരു സ്ഥലമെന്ന് പറഞ്ഞേ. നോക്കട്ടെ. നമ്മളിന്ന് ബൊട്ടാണിക്കൽ ഗാർഡൻ, പാരഡൈസ് കേവ്, ഡാർക്ക് കേവ്, പിന്നെ ഒരു ഡക്ലാൻഡ് ഏരിയ, അത്രയും കാര്യങ്ങളാണ് വിസിറ്റ് ചെയ്യാൻ പോണേ. വീടിൻ്റെ കഥ ഇവിടെ നിന്ന് ചെറിയൊരു എക്സ്പ്ലനേഷൻ കിട്ടിയായിരുന്നു. ഫോങ്ന കേവ് ആക്ച്വലി ഇവിടെ ഇതൊരു വലിയ മല ഏരിയ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഗാർഡ്സ്, ഫോറസ്റ്റ് ആ സാധനങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പെറ്റി കിടക്കുന്ന മൃഗങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഒരു റെസ്ക്യൂ സെൻ്റർ ഉണ്ട്. അവിടെ വെച്ച് ഫീഡ് ചെയ്ത് ട്രീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ റെഡി ആകുമ്പോൾ തിരിച്ച് കാട്ടിലേക്ക് തന്നെ വിടും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ടിക്കറ്റ് വെച്ചിട്ട് ഷോ കാണിക്കുന്ന പരിപാടിയല്ലേ. ഇവിടെ നമ്മളെ കാണിക്കുന്നില്ല, കാരണം നമ്മളെ കാണിച്ച് നമ്മളിവിടെ ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അനിമൽസ് തിരിച്ച് പോകില്ലെന്ന് പറയണേ. അപ്പോൾ നമുക്കിവിടെ വേറൊരു വാട്ടർഫാൾ ഉണ്ട്. നമ്മളിപ്പോൾ അത് കാണാനേ പോണേ. സംഭവം ഇതൊരു മലയാണ്. അവരെത്ര വെടുപ്പായിട്ടാണ് നോക്കി എന്തൊക്കെ ഒരു ടൂറിസം സ്പോട്ടാക്കി എടുത്തങ്ങനെ. നമ്മുടെ നാട്ടിലുണ്ട്, എൻ്റെ വീട് അതിരപ്പള്ളിയാണ്. അവിടെ ഉണ്ട് ഇതിന് മലയുടെ ഉള്ളിൽ അടിപൊളി വാട്ടർഫോൾസ്. ഒരു അതിരപ്പള്ളിയിലൊക്കെ അതുപോലെയൊക്കെ നിൽക്കുന്ന നല്ല മലയുടെ ഉള്ളിലേക്ക് ട്രക്ക് ചെയ്യണം കേട്ടോ. ഒരു അടിപൊളി വാട്ടർഫാൾ ഉണ്ട്, ഒരു 4 സ്റ്റെപ്പൊക്കെ ആയിട്ട്. അവിടേക്കൊക്കെ ഇതുപോലെയുള്ള ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം റവന്യൂ ജനറേറ്റ് ചെയ്യാമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ പാരഡൈസ് കേവിൽ എത്തിയിട്ടുണ്ട്.
എൻട്രൻസ് ഫീസൊക്കെ അവർ കൊടുത്തിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു 450K എന്ന് തോന്നുന്നു എൻട്രൻസ് ഫീസ് കൊടുത്തത്. അല്ല, 150 ആണ് ഇവിടെ. 150 ഡോങ്, ഒരു 500-600 രൂപ വരും. ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ട്രൈ കേവ് ആട്ടോ. എങ്ങനെയുണ്ട് നോക്കാം. സംഭവം ആദ്യം നമ്മൾ ബഗ്ഗിയിൽ വന്നിട്ട് പിന്നെ ബഗ്ഗി ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കി. അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. 2 വഴിയുണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് കയറാം, പിന്നെ അങ്ങനത്തെ ഫ്ലാറ്റായ വഴിയുണ്ട്. നമുക്ക് ഇതിൽ കൂടെ കയറിയിട്ട് അപ്പുറത്തോട്ട് ഇറങ്ങി വരാം. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ടെമ്പറേച്ചർ ഏകദേശം 18 to 20 എന്ന് പറഞ്ഞേ അതിൻ്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ. ഇപ്പോൾ നമുക്ക് പുറത്ത് ഒരു 27 to 30 ഉണ്ടാവും. അപ്പോൾ അതിനേക്കാളും കുറവാണ് കേവിൻ്റെ ഉള്ളിൽ. ഇതാണ് ലാർജസ്റ്റ് കേവിൻ്റെ എൻട്രൻസ്. വളരെ ചെറിയൊരു ടൈനി ആയിട്ടുള്ള എൻട്രൻസ് എന്ന് പറഞ്ഞേട്ടോ. നമുക്ക് കാണാൻ പറ്റിയിരിക്കും. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു എൻട്രൻസാണ്. ഇതിൻ്റെ ഉള്ളിലാണ്. 31 കിലോമീറ്റർ ആട്ടോ ഇതിൻ്റെ ദൂരം. 2005-ലാണ് ഈ കേവ് ഓപ്പൺ ആയെന്ന് പറഞ്ഞേ. അപ്പോൾ ആ ടൈമിലാണ് ഇത് ഡിസ്കവേർഡ് ആയത്. നമുക്ക് അധികം ഒച്ചയിൽ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര എക്കോ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വ്ളോഗൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ ഒരു ആരില്ലാത്ത സ്ഥലത്ത് വളരെ പതുക്കെ സംസാരിക്കുന്നതാണ്. എൻ്റെ പൊന്നളിയ, ഇത് പൊളി സ്ഥലം കേട്ടോ. ഒരു രക്ഷയില്ല. ഭയങ്കര വലിപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വലിപ്പമെന്ന് അറിയുന്നില്ല. നോക്കിയത് ഇവിടെ നിന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗുഹയുടെ ഇത് കാണാം. ഉണ്ടോ? ഇത്രയ്ക്കും വലിയ ഒരു കേവ്. നമ്മളാ ചെറിയൊരു തുടക്കത്തിൽ കാണുന്ന ഒരു ചെറിയ ഒരു ഹോളിൽ കൂടെ ഇറങ്ങി വരുമ്പോൾ ആരെങ്കിലും വിചാരിക്കുന്നത് ഇത്ര വലിയൊരു സംഭവമാണ്. ഈ തൂങ്ങി കിടക്കണ ഈ സ്ട്രക്ചറൊക്കെ ഉണ്ടോ? ഈ തൂങ്ങി കിടക്കുന്ന സ്ഥലത്ത് എന്തോ ഒരു സംഭവം പറഞ്ഞു. അത് എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് അത് അത്രയും എടുക്കാം കേട്ടോ. ഒരു വർഷത്തിൽ അവർ പറഞ്ഞു 0.5 മില്ലിമീറ്റർ കണ്ട അതിൻ്റെ വളർച്ച. അത് എത്രയോ വർഷങ്ങൾ. അപ്പോൾ ഇതൊന്ന് ആലോചിക്കത്, ഈ തൂങ്ങി കിടക്കുന്ന സ്ട്രക്ചറിലേക്ക് ആവാനായിട്ട് എത്ര വർഷം എടുത്തിട്ടുണ്ടാവുന്നു. സ്റ്റാലക്ടൈറ്റസ് അങ്ങനെയാണ് അതിൻ്റെ പേര് ശരിക്കും. അത് ഗൈഡ് പറഞ്ഞത് സംഭവം ഇതാദ്യം വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. അപ്പം മീനുകളും സാധനങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ ഫോസിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞേ. കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായില്ല അതിൻ്റെ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാവണമെന്ന്. ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം മുകളിലെത്തിയിട്ട്. കാരണം നമുക്ക് ആക്ച്വലി 1 കളറിലും കണ്ട ഈ കേവിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ പല കളറും കാണാമെന്ന് പറഞ്ഞേ. അതിൻ്റെ റീസൺ എന്താ പറഞ്ഞാൽ ഇതിന് ഇവിടെ മറ്റേ വോൾക്കാനിക് ഉണ്ടായിരുന്നു. അതിനുശേഷം എന്തൊക്കെയോ പരിണാമങ്ങൾ സംഭവിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പല കളറിൽ നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞേ. യെല്ലോ, റെഡ്, അങ്ങനെ പല കളറിലുള്ളത് ഈ സ്റ്റാലസൈറ്റിസാണ് ആ സംഭവം. നമ്മളിപ്പോൾ എടുത്ത പാക്കേജിൽ നമുക്ക് ആക്ച്വലി 1 കിലോമീറ്റർ മാത്രമാണ് കേട്ടോ നമ്മളിപ്പോൾ കവർ ചെയ്തത്. പറഞ്ഞ പോലെ 31 കിലോമീറ്റർ ഉണ്ട്. അത്രയൊന്നും ഇല്ല. അത്രയും ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയൊന്നും നമുക്ക് ടൂറിസത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. അത് മറ്റേ കേവ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഭവം അവരുണ്ട്.
അവരാണ് ഇത് അളന്ന് കണ്ടുപിടിച്ച് എത്ര കിലോമീറ്റർ ഇതുണ്ടെന്ന്. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു അഡ്വഞ്ചർ വേഷനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 7 കിലോമീറ്ററൊക്കെ പോകാം. അപ്പോൾ ഉള്ളിൽ കുറേ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളമൊക്കെ ഉണ്ട്, കയാക്കിങ് ചെയ്യാം, സ്വിം ചെയ്യാം. അത് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ബ്രിട്ടീഷ് കേവിംഗ് അസോസിയേഷൻ ആണ് ഈ സംഭവം ഡിസ്കവർ ചെയ്ത് 2005. അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുള്ളി നായാട്ടണം എന്താ ഒരു വിറ്റ്നാമീസ് പുള്ളി നായാട്ടണം വന്നപ്പോഴാണ് ഈ സാധനം ആദ്യമായിട്ട് കണ്ടേ. പുള്ളി ആദ്യമായിട്ട് വന്ന് പുള്ളിക്ക് മനസ്സിലായില്ല, ചെറിയൊരു ഓട്ട കണ്ടപ്പോൾ ഒരു ഹോള് കണ്ടപ്പോൾ പുള്ളി ഒന്നും വിചാരിച്ചില്ല ഇത്രയും ഉണ്ടാകുന്നു. പിന്നെ പോയിട്ട് പിന്നെ പുള്ളി തിരിച്ചു വന്ന് പുള്ളിയിൽ കയറി പുള്ളിക്ക് മനസ്സിലായത് വലിയൊരു സംഭവമാണ്. ഒരു 500 മീറ്ററേ പുള്ളിക്ക് പോകാൻ പറ്റുള്ളൂ, വീണ്ടും തിരിച്ചു വരേണ്ടി വന്നു. കാരണം ഇപ്പം നമ്മൾ കാണുന്നതൊക്കെ ലൈറ്റ് ഇട്ടിട്ടുള്ള ഒരു വ്യൂ അല്ലേ. അപ്പം അന്ന് ഈ ഡാർക്ക് ആയതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. പിന്നെ പുള്ളിക്ക് മനസ്സിലായി. പക്ഷേ എന്നിട്ട് പുള്ളി അസോസിയേഷനെ വിളിച്ച് പറഞ്ഞ് അവർ വന്ന് സംഭവം കണ്ടുപിടിച്ച് പിന്നെ അത് ടൂറിസ്റ്റിന് അതിന് ശേഷമാണ് ഏതോ ഇയറിലാണ് ടൂറിസ്റ്റിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാട്ടോ. നമ്മൾ പടിവാരത്ത് എത്തിയിട്ട് അവിടുന്ന് വണ്ടിയിൽ കയറി ലഞ്ച് സ്പോട്ടിലേക്ക് പോകും. ലഞ്ച് സ്പോട്ടിൽ നിന്ന് പിന്നെ ഡാർക്ക് കേവിലേക്ക് പോകും. അതിനുള്ള ആക്ടിവിറ്റീസൊക്കെ ഡാർക്ക് കേവിലാണ്. അപ്പോൾ കാണാം. നമ്മൾ ഡാർക്ക് കേവിലെത്തി, ഫുഡ് കഴിച്ചു. ഇനി ഡാർക്ക് കേവിലെ പരിപാടികളാണ്. അവിടേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, പിന്നെ മഡ് ബാത്തൊക്കെ ഉണ്ട്. നോക്കണം, വീഡിയോ എടുക്കാൻ പറ്റണമെങ്കിൽ എടുക്കാം. പാരഡൈസ് കേവിലെ റിവറിൻ്റെ വാട്ടറിൻ്റെ കളർ കണ്ടോ, നല്ല നല്ല ബ്ലൂ കളർ. നമ്മൾ മാലദ്വീപ്സിലെ കടൽ കാണുന്ന പോലെ ഇവിടുത്തെ പുഴയുടെ കളറ്. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് റിച്ച് ഇൻ മിനറൽസ് ആണെന്നൊക്കെ പറഞ്ഞത്. എന്താണ് അതിൻ്റെ കറക്റ്റ് കാര്യം എന്ന് എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് ലുക്ക് സോ സ്റ്റണിങ്. ഗംഭീര എക്സ്പീരിയൻസ് ആട്ടോ. നല്ല മഴയാണ് പുറത്ത്. പിന്നെ വെള്ളത്തിൽ കൂടെ സിപ്പ് ലൈൻ ചെയ്ത് പിന്നെ കുറച്ച് നേരം വെള്ളത്തിൽ കൂടെ നീന്തേണ്ടി വന്നു ഈ കേവിൻ്റെ ഉള്ളിൽ കയറാനായിട്ട്. അപ്പോൾ വീഡിയോ ഒന്നും ക്ലിയറായിട്ട് എടുക്കാൻ പറ്റില്ല. ഒരു ഫോൺ കേസ് മേടിച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. അത് പക്ഷേ മഴ ആയതുകൊണ്ട് വെള്ളം വീണ് പിന്നെ ബ്ലറായി തോന്നണം ഇമേജ്, വിഷൻ, ഇതൊക്കെ വീഡിയോസൊക്കെ. ഇനി ഇത് ഡാർക്ക് കേവാണ് സംഭവം. ടോർച്ച് വേണം അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട്. സംഭവം ഒരു അരക്കൊപ്പം വെള്ളം ഉണ്ട് കേട്ടോ. പിന്നെ മൊത്തം ഇരുട്ടും ഉണ്ടോ, ഒരു ഇരുട്ടാ. എവിടേക്ക് പോകണമെന്ന് എനിക്ക് ഇത് കൊടുത്തില്ല. മഡ് ബാത്ത് ഉണ്ട് തോന്നുന്നു, അവിടേക്കായിരിക്കും പോകണം. ഒരു ഇത്രയും വെള്ളമുണ്ട്. അന്നാക്കൊണ്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലം. ഇതാ ഇവിടെ വരാനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടെ. ഗംഭീര വരവായിരുന്നത് ഉണ്ടോ. ഇതൊരു മഡാണ്. അങ്ങനെ ഡാർക്ക് എക്സ്പെഡീഷനൊക്കെ കഴിഞ്ഞു. ദാ കാണുന്ന വെള്ളത്തിലിരുന്ന് മതിച്ച് കുത്തി മറിഞ്ഞ്
അടിപൊളി വെള്ളം കേട്ടോ. നീന്താനൊക്കെ നല്ല രസമുണ്ട്. നല്ല തണുപ്പും നല്ല തണുപ്പുണ്ട് അവിടെ. എന്നിട്ട് അത് കിടന്ന് നീന്തി. ജാക്കറ്റൊക്കെ ഉള്ളതിനും ആരും മുങ്ങി പോകുന്നില്ല. സംഭവം ഉഷാർ വൈബായിരുന്നു. കുറേ നേരം വെള്ളത്തിൽ കിടന്നു, നന്നായിട്ട് കളിച്ചു, ആർമാദിച്ചു. ഇപ്പം നന്നായി ക്ഷീണിച്ചു. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഡക്ക് ഫാമോ, അത് ഇത് പ്ലാനിലുള്ളതല്ല, നമുക്ക് വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പോകുമ്പോൾ എന്നാൽ പിന്നെ ആ വഴിക്കൊന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട് ഇനി അതുകൊണ്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ടൂറോട് തീരുമാനമായി. ഇത് നമ്മൾ ഡക്ക് സ്റ്റോപ്പിൽ വന്നേക്കാണ്. താറാവിന് തീറ്റ കൊടുക്കാൻ. വലിയ സംഭവം ഒന്നുമല്ല, ചെറിയ തട്ടിപ്പാ. അവരൊരു 300 രൂപ മേടിച്ചു താറാവിന് തീറ്റ കൊടുക്കാനായിട്ട് പോകാനായിട്ട്. എന്തോ ഒരു ഡ്രിങ്കും ഒരു വിയറ്റ്നാമീസ് ഡിഷും തരും കേട്ടോ. എന്തെങ്കിലാവട്ടെ, എങ്ങനെയുണ്ട് നോക്കാം. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ അങ്ങനെ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല. നാളെ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉണ്ടല്ലോ. നമസ്കാരം. താങ്ക് യു സോ മച്ച്. സീ യു ലേറ്റർ.